മനസ്സിലാക്കാൻ നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. ആക്രമണം തേൻ വിറ്റുമടങ്ങവേ. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്നറിയാം. പ്രഖ്യാപനം വൈകിട്ട് 3-ന്. ഫലം കാത്തിരിക്കുന്നത് 4,41,120 വിദ്യാർത്ഥികൾ. കടുത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും 39 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കും. ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശം. ആശ്വാസമായി ചിലയിടങ്ങളിൽ വേനൽ മഴ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം തുടരുന്നു. സമരം തുടങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ടു. പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. നാദാപുരത്ത് തെരുവുനായ ആക്രമണം. 2 പേർക്ക് കടിയേറ്റു. മൂവാറ്റുപുഴയിലും തെരുവുനായ ആക്രമണം. 8 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തയിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം 100-ാം ദിവസം പിന്നിട്ടു. പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ തിരികെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് സമീപമാണ് കുടിൽ കെട്ടിയുള്ള സമരം. 2017 മെഡിക്കൽ ക്യാമ്പിലൂടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ കാരണമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് പരാതി. 2011 ശേഷം ജനിച്ചവർ ദുരിതബാധിത പട്ടികയിൽ ഉൾപ്പെടില്ലെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് ആവശ്യം. കാഞ്ഞങ്ങാട് സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരത്തിലാണ് ദുരിതബാധിതർ. സമരം 100 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് RDO ഓഫീസ് പിക്കറ്റിംഗ് സംഘടിപ്പിച്ചു. ഈ 2017 മെഡിക്കൽ ക്യാമ്പിന് ശേഷം ഒരു 800ഓളം പേർക്ക് ചികിത്സ കൊടുക്കാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ DPM എന്നൊരു ലെറ്ററിൽ സൈനും സീലൊക്കെ വെച്ച് തരും. 6 മാസത്തേക്ക് അത് പുതുക്കണം. ഇന്ന് ആസ്പത്രിയിൽ നിന്നുള്ള ഇത് വെച്ച് തരുന്നതാണ്. അപ്പോൾ ഒരു രോഗിക്ക് പെട്ടെന്ന് വയ്യാതായ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് ആസ്പത്രിക്ക് കൊണ്ടുപോകാനല്ല വേണ്ട, ആദ്യം ഇടിക്കുമെന്ന് പുതുക്കണം, എന്നാലേ അവിടെ ചികിത്സ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇവർ ഈ ചികിത്സാ ലിസ്റ്റിൽ എന്തിനു പെടുത്തി ആരെയും അറിയിക്കാതെ എടുത്തിട്ട് ഇപ്പോൾ തീരെ നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചികിത്സയില്ല, ഒന്നുമില്ല, നമുക്ക് ഒരു അനുകൂലം ഇല്ല. എല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും. എന്തായാലും ഈ സമരത്തിൽ എന്തായാലും ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചേ മതിയാവും. ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണം നിലച്ചു. പെൻഷനും മുടങ്ങി. ഇവർക്ക് ആശുപത്രികളിലേക്ക് പോകാനുള്ള സൗജന്യ വാഹനം ഇല്ലാതായിട്ട് മാസങ്ങളായി. 1.5 വർഷമായി ചേരാത്ത റെമഡിയേഷൻ സെൽ യോഗം എത്രയും വേഗം വിളിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും ദുരിതബാധിതർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് 18 കാസർഗോഡ്. മൂവാറ്റുപുഴ നഗരത്തിൽ വ്യാപകമായി തെരുവുനായ ആക്രമണം. കുട്ടികളടക്കം 8ഓളം പേർക്ക് പരിക്ക്. കടിച്ച നായയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പരിക്കേറ്റവരെല്ലാം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് നാദാപുരത്തും തെരുവുനായ ആക്രമണമുണ്ടായി. 2 പേർക്ക് കടിയേറ്റു. കക്കംവെള്ളി ശാതുലി റോഡിലെ ആയിഷു, നാരായണി എന്നിവർക്കാണ് കടിയേറ്റത്. ഇന്ന് രാവിലെ 9:30 മണിയോടെ കനാൽ റോഡിലായിരുന്നു സംഭവം. ആയിഷുവിന്റെ 2 കൈകൾക്കും മുഖത്തുമാണ് കടിയേറ്റത്. നാരായണിയുടെ കാലിനും കടിയേറ്റു. 2 പേരും നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പുനലൂർ പ്ലാച്ചേരിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ദേശീയപാതയിൽ 8 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പാറപ്പൊടി കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പ്ലാച്ചേരിയിലെ ഇറക്കം ഇറങ്ങി വരവെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പീച്ചി ഡാമിന്റെ റിസർവോയറിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. മലപ്പുറം താനൂർ സ്വദേശി മുഹമ്മദ് യഹിയാണ് കാണാതായത്. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പിനെത്തിയ യുവാവാണ് അപകടത്തിൽപ്പെട്ട യഹിയ. ഉടൻ പീച്ചി പോലീസ് സ്ഥലത്തെത്തി
തെരച്ചിൽ നടത്താനായെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് പുലർച്ചെ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. വേറൊരു ചേട്ടൻ പിന്നെ നീന്തി, മൂന്നാമത്തെ ആ ചേട്ടൻ അവിടെ പോയിട്ട് ആ ചേട്ടൻ ട്യൂബെടുത്തു. യഹീൻ്റെ ആ ചേട്ടൻ ട്യൂബെടുത്തു. യഹി എന്നിട്ട് തിരിച്ചിട്ട് കുറച്ച് ദൂരം നീന്തി. അപ്പോൾ അവന് നിലവിളിക്കുന്നത് കേട്ടായിരുന്നു. നിലവിളിച്ചിട്ട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. വാൽപ്പാറ അയ്യർപാടി നെടുങ്കുന്ത്ര കോളനിയിലെ രവിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ബൈക്കിൽ വരുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. രവി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തേൻ വിൽപ്പന നടത്തി മടങ്ങും വഴിയായിരുന്നു ആക്രമണം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ കോഴിക്കോട് മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം. കൊടുവള്ളി സബ് RTO ഓഫീസിന് കീഴിലെ മുക്കം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ് പ്രതിഷേധം. ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി ചാടിപ്പോയി. വെള്ളറട സ്വദേശി അച്ചു എന്ന ബിനോയാണ് രക്ഷപ്പെട്ടത്. കസ്റ്റഡിയിലായിരുന്ന ഇയാൾ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മർദ്ദനക്കേസിലാണ് ഇയാൾ പിടിയിലായത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി പിടിയിൽ. ചെമ്പൻ ഷാനും കൂട്ടാളികളുമാണ് പോലീസിന്റെ പിടിയിലായത്. കൃഷ്ണനുണ്ണി എന്ന ആളുടെ തല കമ്പിവടി കൊണ്ട് അടിച്ചു പൊട്ടിച്ചതിനാണ് കേസ്. ഇവരുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ മറ്റു 3 പേരും ചികിത്സയിലാണ്. ഉഷ്ണതരംഗ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. എങ്കിലും ഇന്നും നാളെയും താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു. ക്ലാസുകൾ ഓൺലൈനായി തുടരാമെന്നും മറ്റു നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നും കളക്ടർ അറിയിച്ചു. കനത്ത ചൂടിൽ വലഞ്ഞ കാസർഗോഡ് ജില്ലയിലെ ക്ഷീരമേഖല. പശുക്കൾക്ക് നൽകാൻ വെള്ളമില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ക്ഷീരസംഘത്തിന്റെ ആവശ്യം. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖല കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങിയത് കന്നുകാലി ഫാമുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു കഴിഞ്ഞു. പശുക്കൾക്ക് ആവശ്യാനുസരണം വെള്ളം നൽകുവാനോ തൊഴുത്ത് വൃത്തിയാക്കുന്നതിനോ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീരകർഷകർ. പശുക്കൾക്ക് വേണ്ട വിധം വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ വിഷമം കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരകർഷകർ പങ്കുവച്ചു. ഒരു ദിവസം 10-7 ലിറ്റർ പാല് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ വെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് ഒഴിവാക്കി. പ്രാവശ്യം അതിനും ജൂഷാണ് വെള്ളം. ഇപ്പോൾ കുടിക്കാൻ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. പശുവിനെ കുടിക്കാനോ കുളിപ്പിക്കാനോ അങ്ങനത്തെ ഒരു ക്ഷീരകർഷകർ പകുതി ഉപേക്ഷിച്ച് പോയത്. പശുവിനെ ഒഴിവാക്കി അവർ വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു പോയത്. അതാണ് അവസ്ഥ. 10-12 പശുക്കളുള്ള ഫാമുകളെല്ലാം കഠിനമായ വേനലിൽ പ്രതിസന്ധിയിലായിട്ട് ആഴ്ചകളായി. വെള്ളം നൽകുന്നത് കുറഞ്ഞതോടെ പാൽ ലഭിക്കുന്നതിലും ഗണ്യമായ കുറവുണ്ടായി. ഫാമുകളിലേക്ക് വെള്ളമെത്തിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തുകയാണ് ക്ഷീരോത്പാദക സംഘങ്ങൾ. ന്യൂസ് 18 കാസർഗോഡ്. കൊടും വേനലിൽ വലയുന്നത് മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും എല്ലാം ചൂടിന്റെ ഇരകളാണ്. കരുതലും കരുണയും എല്ലാം ഈ മിണ്ടാപ്രാണികളോടും വേണം. കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ അത്തരമൊരു നല്ല മാതൃകയുണ്ട്. മട്ടാഞ്ചേരിക്കാർക്ക് ഇതത്ര പുതിയ കാഴ്ചയൊന്നുമല്ല. പാലസ് റോഡിൽ തുണിക്കട നടത്തുന്ന അൻസാർ കഴിഞ്ഞ 15 വർഷമായി ഉച്ചയ്ക്ക് മുടങ്ങാതെ ചെയ്യുന്നൊരു കാര്യമാണിത്. 1 മണിയാകുന്നതോടെ അൻസാറിൻ്റെ കടയ്ക്കു മുന്നിലെ വൈദ്യുതി കമ്പികളിലും പോസ്റ്റുകളിലുമെല്ലാം പ്രാവുകൾ നിറയും. പിന്നെ കുറുകലും ചിറകടിയൊച്ചയുമൊക്കെയായി അൻസാറിനുള്ള ശ്രദ്ധ ക്ഷണിക്കൽ. ഏതാണ്ട് എല്ലാവരും വന്നുവെന്ന് ഉറപ്പായാൽ ഗോതമ്പ് നിറച്ച സഞ്ചിയുമായി അൻസാർ കടയ്ക്ക് പുറത്തേക്കിറങ്ങും. അതോടെ പ്രാവിൻ കൂട്ടവും താഴേക്ക് പറക്കും. ഇത് ഭക്ഷണം കഴിച്ചത് കണ്ടില്ലേ? എന്താണ് ആട്ടുകളിൽ കിടന്നിട്ട് കുളിച്ചു മറിയുന്നത് കാണാൻ
ഒരു രസമാണത്. അതെല്ലാവരും ചെയ്യണമെന്നാണ്. എല്ലാ വീട്ടുകളിലും എല്ലാ അമ്മമാരും എല്ലാവരും വീട്ടിലുള്ള ഇതുപോലെ പ്രാവുകൾക്കും കിളികൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു വെള്ളം കൊടുക്കാനുള്ള ഒരു തോന്നലുണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ആഗ്രഹമാണത്. ഒരിക്കൽ ചുണ്ടുമുറിഞ്ഞ ഒരു പ്രാവിന് തീറ്റ നൽകിയതാണ് ഇപ്പോഴീ കാണുന്ന സമൂഹ സദ്യയിലേക്കുള്ള തുടക്കം. ചിലപ്പോഴെങ്കിലും സുഹൃത്തുക്കളും അൻസാറിനൊപ്പം ചേരാറുണ്ട്. സത്യത്തിൽ ഇത് ഈ ആട്ടുകല്ല് എന്നുള്ളതേ ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു പുത്തൂസ് എന്ന ഹോട്ടല് തന്നതാണ്. അപ്പൊ അത് ഞങ്ങളിവിടെ നിന്ന് എല്ലാവരും കൂടിയായിട്ടാണ് റോട്ടിലൂടെ തള്ളിയിട്ടാണ് കൊണ്ടുവന്നത്. 1-2 പേർക്കൊന്നും അത് പിടിച്ചാലൊന്നും പൊങ്ങിയൊന്നുമില്ല. അത്യാവശ്യം നല്ല കനമാണത്. അതിനുശേഷം എല്ലാവരും വെള്ളം നിറച്ച് വെക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ തെരുവട്ടികളൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കണത് ഈ ഒരു ഇതല്ല, അത്രയും ചൂടാണല്ല. ഒരു കാലത്ത് ധാന്യപ്പുരകളാൽ സമൃദ്ധമായിരുന്ന മട്ടാഞ്ചേരിയും പരിസര പ്രദേശങ്ങളും പക്ഷികൾക്ക് വിശപ്പടക്കാനും ആവത് നൽകിയിരുന്നു. പ്രതാപം മങ്ങിയതോടെ അൻസാറിനെ പോലുള്ളവരാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. ഉഷ്ണതരംഗത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ചത്തുവീഴുന്ന കന്നുകാലികളിൽ ഗണ്യമായ പങ്കും ഇൻഷുറൻസ് പരിധിക്ക് പുറത്തായത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. 3 വർഷത്തേക്കുള്ള തുക ഒന്നിച്ചടയ്ക്കുന്നതിന് പകരം ഒറ്റ വർഷത്തിൽ മാത്രം 5000 രൂപയോളം പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. ക്ഷീരകർഷകർ ഉഷ്ണതരംഗം മൂലം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സങ്കീർണതകളാണ് പലപ്പോഴും ഈ കർഷകർക്ക് തിരിച്ചടി മാറുന്നത്. നമുക്കൊപ്പം എന്തായാലും കർഷകർ തന്നെയുണ്ട്. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് എന്താണ് വലിയ സങ്കീർണമാണോ നടപടിക്രമങ്ങൾ? നേരത്തെ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ? ആദ്യം ഒരു ഇൻഷൂർ ചെയ്താൽ 3 വർഷത്തേക്കായിരുന്നു. അത് അതിന്റെ സംഖ്യ പകുതി പൈസ ഗവൺമെന്റ് സബ്സിഡി ആയിട്ട് പകുതിയാണ് ഞങ്ങൾ അടക്കേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊന്നുമില്ല. അത് തന്നെ 1 കൊല്ലത്തേക്കേ ഉള്ളൂ. അത് 1 കൊല്ലത്തേക്ക് ഒരു പശുവിന് 60,000 റുപ്യൻ്റെ ഒക്കെ പശുവിന് ഇൻഷൂർ ചെയ്യണമെങ്കിൽ 5-6 റുപ്യ വേണം. അതൊരു കർഷകന് പെട്ടെന്ന് ഇതാകുകയല്ല. അന്നേരം അവങ്ങ പൈസ ഇല്ലാത്തതിനെ കൊണ്ട് അങ്ങ് നീട്ടിക്കൊണ്ടു ചെയ്യാൻ പറ്റിയല്ല. അന്നേരം പിന്നെ എന്തെങ്കിലും ആയാലാണ് പിന്നെ ഇൻഷൂർ ഇല്ലാത്തതിനെ കൊണ്ട് ഒന്നും കിട്ടുന്നില്ല, തരികയല്ല, ഒന്നും ആനുകൂല്യം തരാൻ പറ്റിയല്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കൊണ്ട് ഇൻഷൂറിന്റെ കാര്യത്തിൽ ആദ്യത്തെ പോലെ ഒരു 3 വർഷത്തേക്കാക്കിയാൽ ഒരു 3000-4000 അടയ്ക്കുന്നതിന് ഇതുമില്ല. ഇത് 1 വർഷം 11 മാസം ആകുമ്പോഴേക്കും അത് കഴിഞ്ഞ് ഒരു 50-60 റുപ്യൊക്കെയാണ് ഒരു പശുവിന്. ഇപ്പോൾ ഒരു 15 ലിറ്റർ ഇപ്പോൾ പാല് കിട്ടുന്ന പശുവിന് കൊടുക്കേണ്ടത്. അത് കൊണ്ടുവന്നിട്ട് ഇൻഷൂർ ചെയ്യാന്ന് പറഞ്ഞാൽ 1 കൊല്ലത്തേക്ക് 5 റുപ്യ എല്ലാം കൊടുത്ത് ഇൻഷൂർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പോലെ എന്തോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു സബ്സിഡി ആയിട്ട് അതിനതായിട്ട് 3 വർഷത്തേക്കെങ്കിലും ആക്കി തരണം. ഇല്ലാണ്ട് ഇത് ഈ മേഖല മുമ്പോട്ട് പോയി ഇതിനെ കൊണ്ട് ജീവിക്കുന്നതല്ല അധികം ആൾക്കാരും. നമുക്ക് ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ ഇപ്പോഴത്തെ കാലാവസ്ഥേൻ്റെതാണ്. അല്ലാണ്ട് പച്ചപ്പുല്ലൊക്കെ ഏത് സമയത്തും വെള്ളവും പച്ചപ്പുല്ലൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഇത്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൊസൈറ്റി പാലളക്കുന്ന അല്ല ഇങ്ങനെ തോനെ പാലളക്കുന്ന പോലെ ഏതാണ്ട് ആളെ പശുക്കളും ഇങ്ങനെ കുഴഞ്ഞു വീണ് ചത്തു പോയിട്ടുണ്ട്. അത് ഇൻഷൂർ ചെയ്തേണ്ട്. ചിലത് കുഴഞ്ഞു വീഴുന്നതിൻ്റെ തലേ ദിവസം വരെ ഇൻഷൂറുണ്ട്, അന്ന് പിന്നെ ഇൻഷൂറില്ല. പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാക്കാനായിട്ടില്ല. അന്നേരം ഇത്രയും ഇങ്ങനെ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ആനുകൂല്യം കിട്ടാണ്ട് നിൽക്കുന്നത്. അത് 3 വർഷം 15,000 രൂപയാവും. 3 വർഷം ചെയ്യണമെങ്കിൽ 3 വർഷം ചെയ്യണമെങ്കിൽ 15,000-ന് പുറത്താവും ചെയ്യണമെന്നുണ്ടെങ്കിൽ. വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചെലവുകൾക്കൊപ്പമാണ് ചെലവുകൾക്കൊപ്പമാണ്. തീറ്റയ്ക്കാന്ന് പശുവിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല. പിന്നെ ഞങ്ങളെ അധ്വാനം എന്ന് പറഞ്ഞ ഇവിടെ പിന്നെ പച്ചപ്പുല്ലൊക്കെ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഒരു ഇതൊന്നും കിട്ടുന്നില്ല. ചേട്ടാ, ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും പ്രധാന വില്ലനായി മാറുന്നത് ഇപ്പോൾ അല്ലേ? ഈ അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാലും എന്തെങ്കിലും ഇവിടെ സംഭവിക്കാനുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാലറിയാം ഈ പാടത്തൊക്കെ ഇഷ്ടംമാതിരി പച്ചപ്പുല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കിണറ്റിലൊന്നും ഏത് മോട്ടോർ വെച്ച് വെച്ചാലും പറ്റാത്ത വെള്ളം. അപ്പം ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റിൽ നിന്ന് മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ ആനുകൂല്യം കിട്ടുന്നില്ല. അത് ഞങ്ങൾക്കൊരു വലിയ പ്രയാസമാണ്. കാരണം ഞങ്ങൾ പശുവിന് വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 10-75 റുപ്യ ഒരു പശുവിന് വാങ്ങിക്കഴിഞ്ഞാൽ 2,000-3,000 റുപ്യ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇപ്പോഴ് അത് ഇരട്ടിയാക്കി മാറ്റുകയും അതുപോലെ തന്നെ അതിന്റെ സംരക്ഷണം 1 വർഷത്തേക്കാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അത് ഒരു വമ്പിച്ച നഷ്ടമായിട്ടാണ് വരുന്നത്. കാരണം 80 റുപ്യ 85 റുപ്യ കൊടുത്തിട്ട് ഒരു പശുവിന് വാങ്ങിയിട്ട് 5-15 റുപ്യ കൊടുത്തിട്ട് ഇൻഷൂർ ചെയ്യാന്ന് പറയുമ്പോൾ ഈ 15 റുപ്യ ഈ കറവ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ബെനിഫിറ്റ് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതുണ്ടെങ്കിൽ ഞങ്ങളെ കുടിയിൽ നിന്ന് കിട്ടുന്ന 10 പന്നിങ് കിട്ടുന്നുണ്ട്. അതിന്റെ കാശ് കൂടി
ഇതിനൊക്കെ ചിലവഴിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് വരും വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മിൽമ സംവിധാനം തന്നെ ഒരു പക്ഷേ തകരാറിലായേക്കാൻ സാധ്യതയുണ്ട്. കാരണം നഷ്ടം സംഭവിച്ചിട്ട് എത്രയും നഷ്ടം സംഭവിച്ചു ഈ പാവപ്പെട്ട കർഷകർ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചോളണമെന്നില്ലല്ലോ. ആർക്കോ വേണ്ടി ഗുണത്തിന് വേണ്ടിയല്ലല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു നായി അരിൻ്റെ കഞ്ഞി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടാൻ തരപ്പെടാത്ത രൂപത്തിലാണ് ഗവൺമെൻറ് സംവിധാനവും മറ്റു സംവിധാനങ്ങളും വരുന്നതെങ്കിൽ ഞങ്ങളൊരു പക്ഷേ ഇതിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വരും എന്നുള്ളതാണ് സത്യം. അങ്ങനെ വരുമ്പോൾ ഈ ക്ഷീര കർഷക എന്ന് പറയുന്ന ഈ സംരംഭം തന്നെ ഇവിടെ ഒരു പക്ഷേ അവസാനിച്ചേക്കാം. എത്രേ പറയാനുള്ളൂ. ആ കൂട്ടത്തിൽ ഏതോ ഒന്ന് മരിച്ചു പോയാൽ ഇപ്പോൾ ഒരാൾ പറഞ്ഞു 5 എണ്ണം മരിച്ചു പോയിട്ട് ഒന്നിന് 16 റുപ്യ മറ്റോ അവർക്ക് കിട്ടിയെന്ന്. ഈ 16 റുപ്യ അവർക്ക് കിട്ടിയത് അത് സംസ്കരിക്കണമെങ്കിൽ JCB ഇവിടെ വരണമെങ്കിൽ എത്ര റുപ്യ വരുമെന്ന് സാറിനറിയാം. അപ്പോൾ ഇത് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ഇതിന് സംസ്കരിക്കാൻ തന്നെ വേണം. എന്നിട്ട് അത് തന്നെ 3 എണ്ണത്തിന് ഒരു പൈസയില്ല. പിന്നെ ഇൻഷൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഇൻഷൂറിനും. നമുക്ക് ചെയ്യാലോ, പൈസ വരട്ടെ എന്ന് വിചാരിക്കും. പൈസ വരുമ്പോഴേക്ക് പശു കത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയും ഇൻഷൂർ ഇല്ലാത്തതുകൊണ്ട് പൈസയില്ല. അപ്പോൾ എന്നുണ്ടെങ്കിൽ 15,000 റുപ്യൊക്കെ ഒരു പശുവിന് ഇൻഷൂർ ചെയ്യാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പശുവിന് വാങ്ങുന്നത് തന്നെ കഷ്ടത്തിൽ എങ്ങനെയാണ് വാങ്ങുന്നത് തന്നെ അറിയാം. ആകോ കാതിലുള്ളൊരു കടുക്കം വെച്ചിട്ടായിരിക്കും ഇതിന് വാങ്ങുന്നത്. പിന്നെയും 15 റുപ്യ ആണെന്നുണ്ടെങ്കിൽ ബ്ലേഡിന് വാങ്ങേണ്ടി വരും. അന്നേരം പിന്നെ കർഷകൻ ആത്മഹത്യ എന്നുള്ളൊരു രംഗത്തേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ എത്തുന്നതിൽ നല്ലത് ഒരുപക്ഷെ ഞങ്ങൾ ഈ ക്ഷീര വ്യവസായം തന്നെ ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലെത്തും എന്നാണ് തോന്നുന്നത്. ഇവിടെ തന്നെ വലിയ കഷ്ടത്തിലാണ്. ഇവിടെ 2-3 ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടണ്ടേ? ഇതിൽ നിന്ന് കിട്ടാന്നുണ്ടെങ്കിൽ ഇതിനെന്ത് ഞങ്ങൾ പാൽ കൊണ്ട് കൊടുക്കണം. ഞങ്ങൾ 10-15 പാൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലാണ് ഒരുത്തൻ്റെ ഒരു കാര്യമായൊരു കർഷകൻ്റെ 5 എണ്ണം മറ്റു ഇതുകൊണ്ട് തന്നെ പിന്നെ അതിൽ ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ തന്നെ പലരും ഇങ്ങനെ പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ പിന്നെ 1-2 ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾ തന്നെ അധ്വാനിച്ചങ്ങനെ വളർത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് കഷ്ടി ഞങ്ങളങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൂ. അത് മരണം സംഭവിച്ചാൽ ഇനി ആളെ സ്ഥിതി അതുപോലെ തന്നെയായിരിക്കും. ആദ്യ വർഷം ഈ പൈസ മുടക്കിയാൽ ഒരു വരുമാനം കിട്ടില്ല. വരുമാനം എന്നുണ്ടെങ്കിൽ ഒരു പശുവിനെ വളർത്തുന്നതിനെ സംബന്ധിച്ച് സാറിനോട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പശുവിന് ഇപ്പോൾ ഒരു 12 ലിറ്റർ പാലിട്ടു. 12 ലിറ്റർ പാലിട്ട് ഞാൻ അതിന് 6 കിലോ ഒറിജിനൽ ഇതേ മാതിരി ഇത് കാലിത്തീറ്റ മാത്രം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മ തകിടും മറ്റ് ചില വസ്തുക്കളും കൂടി കൊടുക്കുമ്പോഴേക്ക് ഏതാണ്ട് 7-8 കിലോൻ്റെ അടുത്താവും. ഈ 8 കിലോന് ഇപ്പോൾ ഏതാണ്ട് 240-300 റുപ്യോളം വരും. ഇപ്പോൾ 12 ലിറ്റർ അളന്നാൽ 450 റുപ്യ കിട്ടും. അപ്പോൾ പിന്നെ ഞങ്ങൾ പാടത്ത് പോയിട്ട് അരിഞ്ഞു കൊണ്ടുവരുന്ന പുല്ലിനും പിന്നെ കെട്ട് പുല്ല് വാങ്ങുന്നതുകൊണ്ട് കണക്കൂട്ടുകയാണെങ്കിൽ ഡെയിലി കണക്കൂട്ടിയാൽ അത് സമാസമായിരിക്കും. പിന്നെ ഇതിൽ നിന്ന് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പൈസ കിട്ടണം. അല്ലാതെ ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സംവിധാനത്തിൽ ഒരു പശുവിനെ വളർത്താൻ വളരെ മോശമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ആളുകൾ എന്ത് ചെയ്യണോ, ക്ഷീര കർഷകരെ സഹായിക്കാനുള്ള സംവിധാനം വല്ലതും ഉണ്ടാക്കാൻ ഗവൺമെൻറ് കണ്ണ് തുറന്നാൽ മാത്രമേ ഈ ക്ഷീര സംരംഭം വിജയിക്കാനാവൂ. എങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്കാണോ നീങ്ങുന്ന കാര്യങ്ങൾ? അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്? ഞാൻ 20 റുപ്യ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയേനും. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ 15 റുപ്യ കൊടുത്ത് പശുക്കിടാവിനെ വാങ്ങിയതാ. അങ്ങനെ പിന്നെ ഇതായിപ്പോവുകയും ചെയ്ത്. ഇൻഷുറൻസ് ഒക്കെ വലിയ പാടാണ്. 1500 റുപ്യ വേണമെന്ന് തന്നെ വിചാരിച്ചു. നേരം 1500 റുപ്യ പൈസ കിട്ടിയിട്ട് ചെയ്യാലോ എന്നുള്ളതില്ല. ഇപ്പോൾ ക്ഷീര സംഘങ്ങളുടെ ഒരു നിലനിൽപ്പ് തന്നെ അല്ലേ? ഈ ഇവിടെ ഒരു അളക്കുന്ന പാലിന്റെ അളവ് വല്ലാതെ കുറഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു? ഇവിടെ കഴിഞ്ഞ കൊല്ലൊക്കെ 650 ലിറ്റർ പാലുണ്ടായിരുന്നു. ഇപ്രാവശ്യം തീരെ കുറഞ്ഞു പോയി. 200ന്റെ അടുത്തെത്തി. ഇവിടെ 3 ജീവനക്കാരുണ്ട്. 2 സ്ഥിരാന്ന്, 1 ഡെയിലിക്ക് നിൽക്കുകയാണ്. നമുക്ക് ശമ്പളം എടുക്കാനില്ലാത്ത സ്ഥിതിയാണ്. അതിന്റെ ഇടയ്ക്കാണ് ഈ പശുക്കൾ ഇങ്ങനെ ഇൻഷുർ ചെയ്യാത്ത പൈസേന്റെ ഭയങ്കര എന്താണ്, ഇൻഷുറിന് ഭയങ്കര പൈസയായി. പൈസ കൂടി. അത് തന്നെ ഒരു കൊല്ലത്തേക്ക് 3200 റുപ്യന്റെ അടുത്താണ്. ഇതിപ്പോ ഈ ചൂടുകാലം കഴിയുമ്പോൾ ഇനി എത്ര പശുക്കളും ഉണ്ടാവും, എത്ര ലിറ്റർ പാല് വരുമെന്ന് ഒന്നും പറയാനാവൂല. ഇങ്ങനെ ചത്തുപോവുകയല്ലേ. എന്തായാലും ഇത് തന്നെയാണ് പ്രശ്നം. കാരണം ക്ഷീരമേഖലയുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പാലിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. ഒപ്പം ഇൻഷുറൻസ് തുകയായി നൽകേണ്ട ഭാരിച്ച തുക നൽകാൻ കർഷകർക്ക് കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഈ ഉഷ്ണതരംഗത്തിന്റെ ഒക്കെ പരിഗണിച്ച് ഒരു പ്രത്യേക പാക്കേജ് തന്നെ കർഷകർക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. തൊടുപുഴയിലെ പൊള്ളുന്ന ചൂടിൽ നിന്ന് രക്ഷ തേടി നടക്കുന്നവർക്ക് ആശ്വാസമാവുകയാണ് ഇടവെട്ടിയിലെ കുട്ടിവനം. മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ് 40 ഏക്കറിലായി പരന്നു കിടക്കുന്ന ഇടവെട്ടിയിലെ സ്വാഭാവിക വനം ഏവരെയും ആകർഷിക്കുകയാണ്. ചൂടിൽ നിന്ന് കുറച്ച് ആശ്വാസം.
കൂടാതെ 100-ലധികം വർഷം പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ, അപൂർവ ഇനം ചിത്രശലഭങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ഒരു സങ്കേതമാണ് തൊടുപുഴയ്ക്കടുത്ത് ഇടവെട്ടിയിലുള്ളത്. 40 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഇടവെട്ടി കുട്ടിവനത്തിലാണ് ഈ മനോഹര കാഴ്ചയുള്ളത്. ഇവിടെ എത്തിയാൽ മരങ്ങൾ ഇടതൂർന്ന് തിങ്ങി നിറഞ്ഞ വനത്തിനു നടുവിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാനാകും. ഈ സ്വാഭാവിക കുട്ടിവനത്തിലെ മനോഹര കാഴ്ചകൾ കാണാൻ എല്ലാവർക്കും അവസരമൊരുങ്ങുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നഗരവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മുടെ വിവിധ പ്രദേശങ്ങളിൽ നല്ല ചൂട്, അസഹനീയമായ ചൂടാണ്. ഈ വനങ്ങളൊക്കെ, ഈ മരങ്ങളൊക്കെ തിങ്ങി പാർക്കുന്നുകൊണ്ടും ഫ്രഷ് എയർ കിട്ടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി കൂളായി മൈൻഡ് ഫ്രീ ആയിട്ടുകൊണ്ട് നല്ലൊരു തണുത്തൊരു അന്തരീക്ഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അത് ആസ്വദിക്കുവാൻ വേണ്ടി ഇതിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് യുവതിയുവാക്കളും അതുപോലെ തന്നെ മറ്റുള്ള സഹോദരന്മാരും ഈ പ്രദേശത്ത് വരികയും ഇതിൻ്റെ പ്രകൃതി രമണീയത ആസ്വദിക്കുകയും അത് കണ്ട് മനസ്സിലാക്കി പോകുന്നുണ്ട്. 8 ഘട്ടങ്ങളിലായാണ് കുട്ടിവനത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കഫ്റ്റീരിയ, ടിക്കറ്റ് കൗണ്ടർ, ഇരിപ്പിടങ്ങൾ, 500 മീറ്റർ നടപ്പാത എന്നിവയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള ഘട്ടങ്ങളിൽ 100 ബാംബു തൈകൾ, നക്ഷത്രവനം, ബട്ടർഫ്ലൈ പ്ലാന്റേഷൻ, ഔഷധ സസ്യത്തോട്ടം, പുൽമേട് എന്നിവയും ഇവിടെ ഒരുങ്ങും. വനം വകുപ്പിന്റെ കോതമംഗലം ഡിവിഷൻ തൊടുപുഴ റേഞ്ചിനു കീഴിലാണ് ഇടവെട്ടി വനം സ്ഥിതി ചെയ്യുന്നത്. വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കും. ന്യൂസ് 18 തൊടുപുഴ. 32 വർഷത്തെ ഓർമ്മകളുടെ ചെപ്പ് തുറന്നൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കണ്ണൂർ പാനൂർ KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെയും PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറിയിലെയും പൂർവ്വ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം 92 എന്ന പേരിൽ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത്. പഠിച്ചിറങ്ങിയ സ്കൂളിന്റെ പടിക്കലേക്ക് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം കയറി ചെല്ലുക. ഇനി കണ്ടുമുട്ടുമോ എന്ന് പോലും അറിയാതെ പിരിഞ്ഞ പലരും വീണ്ടും കൺമുന്നിൽ. ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു അപൂർവ ഏടായി മാറുകയായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. 92 കാലയളവിൽ പഠിച്ചവരുടെ സംഗമം തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായി മാറി. മൺമറഞ്ഞ സഹപാഠികളെ ഓർത്തുകൊണ്ട് തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. പാനൂർ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാർ IAS ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം മുഖ്യപ്രഭാഷണം നടത്തി. പൂർവാധ്യാപകരെ ആദരിക്കൽ, വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ക്ലാസ് മുറികൾ പുനഃസൃഷ്ടിച്ചും സമരമുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രകടനവും നടത്തിയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിട്ടത്. ന്യൂസ് 18 പാനൂർ. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്ന്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16 ദിവസം നേരത്തെയാണ് ഇക്കുറി ഫലം വരുന്നത്. 4,41,120 വിദ്യാർത്ഥികൾ ഫലം കാത്തിരിക്കുന്നു. 82.5% കഴിഞ്ഞ തവണത്തെ വിജയം. ഏപ്രിൽ 3 മുതൽ 24 വരെ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ 25,000-ഓളം അധ്യാപകർ പങ്കെടുത്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലവും ഇന്ന് തന്നെയാണ്. റെഗുലർ വിഭാഗത്തിൽ 27,798 പ്രൈവറ്റ് വിഭാഗത്തിൽ 1,502 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ കൊടിയത്തൂർ PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയ 13 ജോഡി ഇരട്ട കുട്ടികൾക്കും വിജയം. ഇതിൽ ഫഹദ് ബഷീർ, റീഹ ഫാത്തിമ, ആനി റഹ്മാൻ, ഹാദി റഹ്മാൻ എന്നീ 2 ജോഡികൾക്കും ഇരട്ടകളിൽ ഒരാളായ കാരശ്ശേരി സ്വദേശിനി ഫാത്തിമ സിയ എന്ന കുട്ടിക്കും ഫുൾ A+ ലഭിച്ചു. സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയ 877 കുട്ടികളും വിജയം കൈവരിച്ചു. ഇതിൽ 210 പേർക്കാണ് A+. USS പരീക്ഷയിൽ മികച്ച വിജയം നേടി പട്ടാമ്പി ആമയൂർ സ്കൂളിന് അഭിമാനമാവുകയാണ് പ്രിയാംശു ചൌധരി. സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയവരിൽ ജയിച്ചത് പ്രിയാംശു മാത്രം. 9 പേരെ പിന്തള്ളിയാണ് ഉത്തർപ്രദേശ് സ്വദേശി വിജയം കരസ്ഥമാക്കിയത്. ആമയൂർ സൗത്ത് AUP സ്കൂളിൽ നിന്ന് ഇത്തവണ 10 പേരാണ് USS പരീക്ഷ എഴുതിയത്. വിജയം കരസ്ഥമാക്കിയതാകട്ടെ പ്രിയാംശു ചൌധരി മാത്രം. 5ാം ക്ലാസ് മുതൽ ആമയൂർ സ്കൂളിലാണ് പ്രിയാംശു ചൌധരിയുടെ പഠനം. പരിമിതികളെ മറികടന്നാണ് ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൌധരിയുടെയും
രഞ്ജനയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ മകളായ പ്രിയാംശു മിന്നും വിജയം നേടിയത്. ഞാൻ LP സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത്. UP ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത്. 5ഉം 6ഉം 7ഉം ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. 7ാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു. പിന്നെ ഞാൻ USS എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുമാത്രമല്ല എൻ്റെ ഫാമിലി എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്തു. എനിക്ക് നല്ല സന്തോഷമുണ്ട്. 8 വർഷം മുമ്പാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിലെത്തിയത്. ആമയൂർ AUP സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പ്രിയാംശുവിന്റെ പിതാവ്. ഈ വർക്ക്ഷോപ്പിൽ തന്നെയാണ് കുടുംബം കഴിയുന്നതും. സഹോദരൻ ധുബ്യാംശു ചൗധരി ഇതേ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരി പ്രിയങ്ക പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 പട്ടാമ്പി. മാതൃഭൂമി സീനിയർ ക്യാമറാമാൻ AV മുകേഷ് ഇനി കണ്ണീരോർമ്മ. സംസ്കാര ചടങ്ങുകൾ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടുവളപ്പിൽ നടന്നു. 100 കണക്കിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മുകേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. രാത്രി 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം മലപ്പുറം പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ മുതൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളവരുടെ പ്രവാഹം. 10 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. സഹോദരി പുത്രൻ ചിതയ്ക്ക് തീ കൊളുത്തി. KUWJയുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ഇന്നലെയാണ് വാർത്താ റിപ്പോർട്ടിങ്ങിനിടെ കാട്ടാന ആക്രമണത്തിൽ മുകേഷിന് ജീവൻ നഷ്ടമായത്. മുകേഷ് പകർത്തിയ ദൃശ്യങ്ങളും എഴുതിയ അക്ഷരങ്ങളും മാധ്യമപ്രവർത്തനം എങ്ങനെ ജീവിതത്തെ മാറ്റുമെന്നതിന്റെ പകരം വയ്ക്കാനില്ലാത്ത ഉത്തമ മാതൃകകളാണ്. ന്യൂസ് 18 മലപ്പുറം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.